ഇതിപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അതായത് 31 ഡിസംബർ 2024 ഇത് ഇന്നലെ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കണ്ണിനൊക്കെ വരുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട്, പക്ഷേ അവർ താമസിച്ചാണ് വന്നേ. വർക്ക് കഴിഞ്ഞ് താമസിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ജസ്റ്റ് ഒരു ഫുഡിൽ നിന്ന് അങ്ങ് തുടങ്ങി നമ്മൾ ചേർത്തിലെ വാരാനുള്ള കടയില്ലേ അവിടെ നിന്നാട്ടോ, ക്രാബ്സ് ആൻഡ് ബ്രൗൺസ് അവിടെ ചെന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു പ്ലാനിങ് ഇല്ലാതെ നേരെ വന്ന് അർത്തുങ്കലോട്ടാണ്. കഴിഞ്ഞ ദിവസം അഴിക്കെ പോയതാണല്ലോ, പിന്നെ ആലപ്പി വരെ ഒന്നും പോകാൻ എത്തത്തില്ല എന്ന് വിചാരിച്ചൊരു 10:30-11 മണിയായപ്പോൾ നമ്മൾ അർത്തുങ്ക എത്തുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും നല്ല തിരക്ക് തന്നെ, ഭയങ്കര പാട്ടും കൂത്തും ബഹളവും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കേൾക്കാം ഇത്. കുറേ നേരം പാട്ടൊക്കെ കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചേ നമുക്ക് അങ്ങോട്ട് കടൽ തീരത്തിനകത്ത് തിരയെണ്ണാൻ പോകാം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണനെ കൂട്ടിയിട്ട് തിരയെണ്ണാൻ വേണ്ടി പോകുന്നത്. അപ്പോഴത്തേക്കുമാണ് നമ്മൾ ന്യൂ ഇയർ പിറന്നതെന്ന് വേണേൽ പറയാം. അപ്പോൾ നല്ല എല്ലാവരുടെയും കയ്യിലിരുന്ന ബലൂൺ എല്ലാം മേലോട്ട് പൊങ്ങുന്നു, അതുപോലെ നമ്മുടെ പനീനെ കത്തിക്കുന്നു, ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നു. ഇങ്ങനെ കുറേ പൊങ്ങിയിട്ട്, അതായത് ഇതുപോലെ പൊങ്ങിയിട്ട് വരുന്ന പടക്കമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതിങ്ങനെ കുട പോലെ നല്ല പൂ പോലെ വിരിഞ്ഞ് വരും. ചിലതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ നേരത്തെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ നേരം തന്നെ പടക്കം പൊട്ടിക്കൊണ്ടെന്നു പറയാം. പിന്നെ പാട്ട്, ഭയങ്കരമായ പാട്ട്, ഭയങ്കര രസമായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് ഫുള്ള് നിറച്ചിങ്ങനെ നിരന്ന് നിൽക്കുമായിരുന്നു എന്ന് പറയാം കേട്ടോ. പിന്നെ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ബീച്ച് സൈഡിൽ നിന്നല്ല, ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഞാനും ചിന്നു, അമ്മയെ, ബാക്കിയുള്ളവർ ഇപ്പോൾ കണ്ണനൊക്കെ ഓൾറെഡി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണനൊന്നും വലിയ പുതുമയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ് ന്യൂ ഇയറിന് എന്താണെങ്കിലും ഇപ്രാവശ്യം പുറത്ത് പോകണം. അതേതായാലും സാധിച്ചേ. അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അർത്തുങ്കലോട്ടാണ് വന്നതെന്നുള്ള കാര്യം. വേറെ എവിടെയെങ്കിലും ആലപ്പി പോകാനൊക്കെ ആദ്യം വിചാരിച്ചത്, പക്ഷെ ആലപ്പുഴ പോയിട്ട് ഇവർ താമസിച്ച് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇപ്പം തന്നെ ഇതുപോലും നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതില്ല, കാരണം അത്ര ബ്ലോക്കായിരുന്നു. ബ്ലോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് മാത്രമല്ല, വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ആൾക്കാരൊക്കെ കുറവല്ലേ. ഇത് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് എടുത്ത ഫോട്ടോ അല്ല, വീഡിയോ കേട്ടോ. അതിന് മുന്നേ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയൊക്കെ. ഇങ്ങോട്ടൊന്നും കാറ് കയറ്റാനും നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ വീഡിയോ ആണിത്. പള്ളിയുടെ അകത്തൊന്നും കയറില്ല, നമ്മൾ മുഷിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. പള്ളിയുടെ അകത്തൊന്നും കയറിയില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് എല്ലായിടത്തും. വണ്ടി പാർക്ക് ചെയ്യാൻ വെച്ച പാട് നമുക്ക് മാത്രം അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.